മൂന്നാറിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ സംഭവത്തിൽ യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് പൂപ്പാറ റോഡിൽ കാർ അപകടകരമായി ഓടിക്കുകയും വാഹനത്തിലുണ്ടായിരുന്നവർ റോഡിന്റെ ഗ്ലാസ് തുറന്ന അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്തത്. സംഭവത്തിൽ ഇടുക്കി ബൈസൺവാലി സ്വദേശി ഋതുകൃഷ്ണന്റെ ലൈസൻസ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ, റോഡിലെ അഭ്യാസ പ്രകടനങ്ങൾ, വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നു. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന കടുത്ത വിമർശനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും ഉന്നയിച്ചതാണ്. ഇപ്പോൾ 1 വർഷത്തേക്ക് ഈ ഡ്രൈവറുടെ ഋതുകൃഷ്ണന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ മാത്രം ഒതുങ്ങുമോ നടപടി? ടോം, ഇപ്പോഴുള്ള നടപടി എന്ന രീതിയിൽ അതാണ് എൻഫോഴ്സ്മെന്റ് RTO ചെയ്തിരിക്കുന്നത്. ഇത് 1 മാസത്തേക്ക് റദ്ദ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ലൈസൻസ് എന്നാണ് ഋതുകൃഷ്ണയുടെ. ഒപ്പം തന്നെയും ഇവർക്ക് ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ശിക്ഷാ നടപടികളുടെ ഭാഗമായി ഇവരോട് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ശാന്തൻപാറ പോലീസും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരും. പക്ഷേ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ രീതിയിൽ ഇങ്ങനെ പരസ്യമായി ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുക, പക്ഷേ അത് നിയമലംഘനം ആണെന്ന് അറിഞ്ഞിട്ടുകൂടിയും അത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിക്കും. ഇത്തരം വാഹനങ്ങളിൽ ഈ രീതിയിൽ സാഹസികമായി അത്തരം രംഗങ്ങൾ ചിത്രീകരിക്കും. ഇതെല്ലാം പതിവാകുകയാണെന്നാണ്. ഇതെല്ലാം നിയമലംഘനമാണ്. വാഹന നിയമപ്രകാരമുള്ള ഈ റോഡിലേക്ക് നിരത്തിലിറങ്ങുമ്പോൾ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങളുടെ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ആവേശത്തിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം തന്നെ ചെയ്യുകയും അത് ചിത്രീകരിക്കുകയും പിന്നീട് അവരവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ പേർ ഈ രംഗത്തേക്ക് വരുന്നതിനെല്ലാം തന്നെ ഇതിന് കാരണമാകുന്നുണ്ട്. പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ RTO എല്ലാവരുടെയും തന്നെ ഒരു നിരീക്ഷണം അതാണ്. ഇങ്ങനെ ഒരു വീഡിയോകൾ പ്രചരിക്കുമ്പോൾ അത് വളരെ കൂടുതലാകുന്നു. ആളുകൾ കൂടുതൽ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാനും പിന്നീട് ഇതുമായി മുന്നോട്ട് പോകാനും എല്ലാം തന്നെ കാരണമാകുന്നു എന്നതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസിലും നടപടി ഉണ്ടായിരിക്കുന്നത്. മൂന്നാർ റോഡിൽ ഇത്തരം സാഹസികമായ യാത്ര നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക്, ഒരു യുവതിക്കും നടപടി നേരിടേണ്ടി വരുന്നു. ഇവർ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വീഡിയോകളൊക്കെ ചിത്രീകരിക്കുന്നു, അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു, പിന്നീട് ആ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് കൂടുതൽ ലൈക്ക് നേടുക, റീൽസുകൾ ഇറക്കുക, ഇതൊക്കെയാണ് പലപ്പോഴും ചെറുപ്പക്കാരെ, യുവാക്കളെ ഇതുപോലുള്ള സാഹസിക പ്രകടനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നതൊരു വസ്തുത തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, യൂട്യൂബറായിട്ടുള്ള സഞ്ജു ടെക്കി വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ആ വിഷയത്തിലും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. സഞ്ജു ടെക്കിക്കെതിരെ നടപടി സ്വീകരിച്ചില്ല. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതാണ്. ആ വിഷയത്തിലാണ് രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചത്. ഈ സഞ്ജു ടെക്കിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതല്ലേ? ഇതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ ഈ കേസ് വീണ്ടും പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതൊരു നടപടികളിലേക്കടക്കം നീങ്ങിയത്. കാരണം ഇങ്ങനെ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുകയും അത് നിരത്തിലൂടെ ഓടിക്കുകയും ചെയ്യുക, പിന്നീട് അതിനെ ന്യായീകരിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലൊരു വിമർശനങ്ങളിലേക്ക് വരുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതി അടക്കം ഇടപെട്ടത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ ട്രാഫിക് വകുപ്പിനെതിരെയും എല്ലാം തന്നെ ഇയാൾ പിന്നീട് പോസ്റ്റ് ഇടുക, അയാൾ സംസാരിക്കുക എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഇതിൽ ഒരുപക്ഷെ സഹി കെട്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ അടക്കം ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുകയും ഇയാളുടെ ലൈസൻസ് അത് സ്ഥിരമായി റദ്ദ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോകുന്നതിനെല്ലാം തന്നെ കാരണമായത്. അതിനുശേഷമാണ് RTO ഇതിൽ ഇയാളുടെ ഈ യൂട്യൂബ് ചാനൽ പരിശോധിക്കുകയും തുടർച്ചയായ നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുള്ളതായി കാണിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഇയാൾക്ക് എതിരെയും ഒരു കേസ് നിലവിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരാളെ കൊണ്ട് വാഹനം ഓടിപ്പിച്ചത് എന്ന് സംബന്ധിച്ച കുറ്റം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയെ കൊണ്ട് വാഹനം ഓടിപ്പിച്ചു. അതിൽ പ്രകാരമുള്ള
നിയമലംഘനം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഡംബര വാഹനങ്ങളുടെ ഓൾട്ടറേഷൻ, അതിൻ്റെ ഒരു രൂപമാറ്റം വരുത്തി ഇടുക്കിയിലാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി മൂന്നാറിൽ ഗ്യാപ് റോഡിൽ സാഹസിക പ്രകടനം നടത്തിയ യുവാവിൻ്റെ ഋതുകൃഷ്ണൻ്റെ ലൈസൻസ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ സഞ്ജു ടെക്കിയുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന സൂചനകളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ്. ഇതുപോലുള്ള സാഹസിക പ്രകടനം നടത്തുന്നവർക്കും അതോടൊപ്പം ഈ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നവർക്കുമെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിൽ തെറ്റായ സന്ദേശമാണ്, ദുർമാതൃകയാണ് ഇതുപോലുള്ള സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങൾ, യൂട്യൂബർമാർ പൊതുസമൂഹത്തിന് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഡാനി പോളിലേക്ക് വേണ്ടി. ഡാനി, എന്തായാലും ഹൈക്കോടതി ഈ സഞ്ജു ടെക്കിയുടെ കേസ് അടുത്ത ദിവസം പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്കിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇടുക്കിയിലെ സംഭവത്തിൽ ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ യുവാവിൻ്റെ ലൈസൻസ്. പക്ഷേ സഞ്ജു ടെക്കിക്കെതിരെ ഒരു കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ഉണ്ടല്ലോ. തീർച്ചയായും സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം അയാളുടെ ലൈസൻസ് സ്ഥിരമായി തന്നെ അത് റദ്ദ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിനകം തന്നെ അതിൻ്റെ ഒരു ശുപാർശകളിലേക്കെല്ലാം കടന്നിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. തുടർച്ചയായ നിയമലംഘനങ്ങൾ അത് യാതൊരു മടിയുമില്ലാതെ വീണ്ടും അത് തുടരുന്നു. അത് ഈ രീതിയിൽ സ്വന്തം യൂട്യൂബ് ചാനലിലെല്ലാം തന്നെ ഇട്ട് ആരാധകരെ നേടുന്നു. ഇത് തനിക്കൊരു വിഷയമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ നടപടിക്കെതിരെയാണ്. ഇവിടെ ഒരു വ്യവസ്ഥാപിതമായ ഒരു നിയമമുണ്ട്, അത് കൃത്യമായി അത് പാലിക്കപ്പെടേണ്ടതുണ്ട്, അതെന്ത് തന്നെയായാലും. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു ലംഘനം നടത്തുന്നതും അത് പിന്നീട് അതിൻ്റെ ഒരു തുടർച്ചകൾ ഉണ്ടാകുന്നതും ഈ നിരത്തുകളിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ സൃഷ്ടിക്കും. ഗതാഗത പ്രശ്നങ്ങൾ മാത്രമല്ല, അപകടങ്ങളിലേക്ക് പോകുന്നതും കൂടുതൽ പേർ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നതിനടക്കം കാരണമാകുകയും ചെയ്യുമെന്നെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. ഹൈക്കോടതി അവരുടെ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ അവർ ഗുരുതരമായ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സ്റ്റിയറിംഗ്, വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ്, അതായത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇയാൾ എത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ വേണമോ എന്നത് പരിശോധിക്കേണ്ടി വരുമെന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ട്. അതെല്ലാം വലിയ രീതിയിലുള്ളൊരു പരാമർശങ്ങളാണ്. അപ്പോൾ ഇനി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെയും മറ്റ് നടപടികൾ MVDയുടെ ഭാഗത്ത് നടക്കം ഉണ്ടാകുമോ എന്നതാണ് നോക്കുന്നത്. നിലവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ സേവനങ്ങളുമായിട്ട് ഇവരോട് എത്താൻ, ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് അതിൽ അനുസരിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അത് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളും ഈ സഞ്ജു TS എന്ന് പറഞ്ഞ സഞ്ജു ടെക്കിയും ഒപ്പം തന്നെ ഇയാൾക്കൊപ്പം അന്ന് ഈ കാറിൽ നീന്തൽക്കുളം ഒഴുക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന 2 പേര് അവരും ഈ ശിക്ഷാ നടപടികളോടക്കം വിധേയപ്പെടേണ്ടതുണ്ട്. അവരുമുണ്ടായി. അവരും അതിൻ്റെ ഭാഗമായിട്ട് നടപടികളിലേക്കെല്ലാം തന്നെ സഹകരിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും ടോം, ഇത്തരം കാര്യങ്ങൾ ഇതിൽ തുടർച്ച ഉണ്ടാകുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. കാരണം നിരത്തുകളിലേക്ക് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അഭ്യാസ പ്രകടനങ്ങൾ ഒഴിവാക്കാൻ, അപകടം ഒഴിവാക്കാൻ ഈ സഞ്ജു ടെക്കിയെ പോലുള്ള യൂട്യൂബർമാർ മാത്രമല്ല, ഇതുപോലെ നിരവധി ചെറുപ്പക്കാർ നിയമലംഘനം നടത്തുന്നുണ്ട്, ഗതാഗത നിയമലംഘനം നടത്തുന്നുണ്ട്. ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്.